നമസ്കാരം. ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ വരെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. എല്ലാവരും തന്ന അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കാണുമല്ലോ. ഇന്ന് ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ്. നമുക്കറിയാം, സാധാരണ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആണ് ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ആസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആൽഡിഹൈഡ് ഗെറ്റ് ഓക്സിഡൈസ് ടു പ്രൈമറി ആൽക്കഹോൾ, കീറ്റോൺസ് ഗെറ്റ് ഓക്സിഡൈസ് ടു സെക്കൻഡറി ആൽക്കഹോൾ. ഇത് ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻ റിയാക്ഷനായിട്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ആൽഡിഹൈഡ് readily get oxidized to acid, carboxylic acid containing same number of carbon atoms. അതായത് എത്തനാൽ ഓക്സിഡൈസ് ചെയ്താൽ എത്തനോയിക് ആസിഡ്, പ്രൊപ്പനാൽ ഓക്സിഡൈസ് ടു പ്രൊപ്പനോയിക് ആസിഡ്. അതേസമയം കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റിനോടൊപ്പം തന്നെ ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കൂ. അവിടുത്തെ പ്രത്യേകത, കീറ്റോണിൽ C double bond group is connected with the 2 alkyl group. On vigorous oxidation, കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കാം. ഈ കിട്ടുന്ന കാർബോക്സിലിക് ആസിഡിൻ്റെ കാർബൺ നമ്പർ പേരൻ്റ് കീറ്റോണിനേക്കാളും കുറവായിരിക്കും. എക്സാമ്പിൾ, ബ്യൂട്ടനോൺ ഓൺ ഓക്സിഡേഷൻ we will get 2 molecules of ethanoic acid. അതേപോലെ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസിനെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആയ ടോളൻസ് റിയേജൻറ്റ്, ഫെല്ലിംഗ് സൊല്യൂഷൻസ്, ബെനഡിക്ട് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യാം. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത, യൂസിങ് ദീസ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ്. ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ്, ഓക്സിഡേഷൻ യൂസിങ് ടോളൻസ് റിയേജൻറ്റ്. ടോളൻസ് റിയേജൻറ്റ് ഈസ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അതായത് ആൽക്കലൈൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ട്രീറ്റഡ് വിത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ്. സിൽവർ അമീൻ കോംപ്ലക്സ് ആയിട്ടാണ് ടോളൻസ് റിയേജൻറ്റിൽ Ag+ കാണുന്നത്. ആൽഡിഹൈഡ് വെൻ ബോയിൽഡ് വിത്ത് ടോളൻസ് റിയേജൻറ്റ് റെഡിലി ഓക്സിഡൈസ് ടു കാർബോക്സിലിക് ആസിഡ്. അതേസമയം ഓക്സിഡൈസിങ് ഏജൻ്റായ Ag+ get reduced to metallic silver. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ ഇന്നർ വോൾസിൽ മെറ്റാലിക് സിൽവർ കോട്ടഡ് ആയിരിക്കും. ചില സമയം ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. സോ ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് സിൽവർ മിറർ ടെസ്റ്റ് ഓർ ടോളൻസ് റിയേജൻറ്റ് ടെസ്റ്റ്. കീറ്റോൺസിനെ ടോളൻസ് റിയേജൻറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യിക്കാൻ പറ്റുകയില്ല. So, Tollens reagent test is used to distinguish aldehyde and ketones. Next, oxidation using Fehling solution. Fehling solution is prepared by mixing Fehling solution A and Fehling solution B. Fehling solution A is alkaline copper sulfate, whereas Fehling solution B is alkaline sodium potassium tartrate. Sodium potassium tartrate is also known as Rochely salt. ഇവിടെ ഫെല്ലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ചാൽ ആലിഫാറ്റിക് ആൽഡിഹൈഡ് മാത്രമേ ഓക്സിഡേഷന് വിധേയമാകുന്നുള്ളൂ. അതേസമയം ആരോമാറ്റിക് ആൽഡിഹൈഡിനും കീറ്റോൺസിനും ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നില്ല. ഇക്വേഷൻ നോക്കാം.
when ethanol is boiled with filling solution, we will get ethanoic acid and cuprous oxide. The color of cuprous oxide is red color. So when aliphatic aldehyde is boiled with the filling solution, we will get a red precipitate of cuprous oxide. The assignment question നോക്കാം. How will you distinguish propanol and propanone? ഏത് ടെസ്റ്റ് ഉപയോഗിക്കാം? Tollens reagent test. Propanol when boiled with the Tollens reagent, a black precipitate or a silver mirror is formed in the test tube. Whereas ketones do not answer this test. Next question, how will you distinguish acetaldehyde and benzaldehyde? ഇത് രണ്ടും ആൽഡിഹൈഡ് ആണ്. അപ്പോൾ ഏത് ഉപയോഗിക്കാം? Okay, filling solution. When acetaldehyde is boiled with a filling solution, a red precipitate of cuprous oxide is formed, but benzaldehyde do not form red precipitate. Okay. അടുത്ത reaction, oxidation of methyl ketones using haloform reaction. അതായത് when you add a mixture of sodium hydroxide and iodine, we will get sodium hypohalite. This sodium hypohalite is a very good oxidizing agent. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത എല്ലാ കീറ്റോൺസിനെയും ഹൈപ്പോഹാലൈറ്റ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്താൻ കഴിയില്ല. അതായത് all 2 bonds or ketones containing CH3CO group readily get oxidized using hypohalite. ഇവിടെ നോക്കാം. When propanone is heated with sodium hydroxide and iodine, the product is CH3 and ethanoic acid. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അയഡിൻ ഓർ സോഡിയം ഹൈപ്പോ അയഡേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്ന കാർബോക്സിലിക് ആസിഡ് ഒരു കാർബൺ കുറവായിരിക്കും. ആ CH3CO അതായത് കാർബണൈൽ ഗ്രൂപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത CH3 ഗ്രൂപ്പ് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് ഗെറ്റ് കൺവേർട്ടഡ് ഇൻറ്റു CH3. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഹാലോഫോം റിയാക്ഷൻ. അയഡിനാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അയഡിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി നോൺ ആസ് ഐഡോഫോം റിയാക്ഷൻ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഐഡോഫോം റിയാക്ഷൻ? Iodoform reaction is used to distinguish 2-on from isomeric ketone. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, how will you distinguish pentan 2-on and pentan 3-on? Pentan 2-on show iodoform reaction gives yellow precipitate of CH3 or iodoform when heated with sodium hydroxide and iodine. But pentan 3-on never show iodoform reaction. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഒരേ ഒരു ആൽഡിഹൈഡ് മാത്രമേ ഐഡോഫോം റിയാക്ഷൻ തരുന്നുള്ളൂ. അത് എത്തനാൽ ഓർ അസറ്റാൽഡിഹൈഡ് ആണ്. കാരണം അസറ്റാൽഡിഹൈഡിലും CH3C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉണ്ട്. നെക്സ്റ്റ്, റിഡക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് പഠിച്ചപ്പോൾ നിങ്ങൾ ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈമറി ആൽക്കഹോൾ ഓൺ ഡീഹൈഡ്രോജിനേഷൻ ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ഓൺ ഡീഹൈഡ്രോജിനേഷൻ, അതായത് കോപ്പർ അറ്റ് 573 കെൽവിൻ, നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ തരുന്നത് കീറ്റോൺ ആണ്. ഇതിൻ്റെ റിവേഴ്സ് റിയാക്ഷനാണ് ഹൈഡ്രോജിനേഷൻ ഓർ റിഡക്ഷൻ. ഇവിടെ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ലൈക്ക് പ്ലാറ്റിനം ഓർ പല്ലേഡിയം ഓർ നിക്കൽ, അല്ലെങ്കിൽ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഓർ സോഡിയം ബോറോ ഹൈഡ്രൈഡും ഉപയോഗിക്കാം. ആൽഡിഹൈഡ് ഗീവ്സ് പ്രൈമറി ആൽക്കഹോൾ വേറാസ് കീറ്റോൺ ഗീവ്സ് സെക്കൻഡറി ആൽക്കഹോൾസ്. ഇവിടെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. അസറ്റാൽഡിഹൈഡ് വെൻ റെഡ്യൂസ്ഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, ദ പ്രോഡക്റ്റ് ഈസ് എത്തനോൾ. അതേപോലെ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡിൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ഹൈഡ്രോജിനേറ്റ് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്. പക്ഷേ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ ഹൈഡ്രോജിനേറ്റ് ചെയ്യാൻ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡിന് പറ്റില്ല. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. CH2 ഡബിൾ ബോണ്ട് CH CHO, പ്രൊപ്പീനാൽ. ദിസ് പ്രൊപ്പീനാൽ വെൻ റെഡ്യൂസ്ഡ് വിത്ത്
hydrogen in presence of platinum, the product is propan-1-ol. ഇവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടും ഹൈഡ്രോജനേഷൻ റിയാക്ഷന് വിധേയമായി. അതേസമയം ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രോഡക്റ്റ് പ്രൊപ്പ് 2-in-1-ol ആണ്, ഓർ അലൈൽ ആൽക്കഹോൾ. So, lithium aluminum hydride is a reducing agent used for the preparation of unsaturated alcohol from unsaturated carbonyl compounds. Next, reduction of carbonyl compound into hydrocarbon. അതായത് C double bond ഗ്രൂപ്പിനെ CH2 ആക്കി മാറ്റുന്നു. Here we can see removal of oxygen as well as addition of hydrogen. അതിന് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻറ്റ് റെഡ്യൂസിങ് ഏജൻസ് ആണ് ഒന്ന് ഹൈഡ്രജൻ അയഡൈഡ്, 2 സിങ്ക് അമാൽഗം ആൻഡ് HCl, 3 ഹൈഡ്രസീൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി. ഇവിടെ ഫസ്റ്റ് വൺ, ethanol when reduced with zinc amalgam and HCl, the product is ethane. This reaction is known as Clemenson's reduction. So, in Clemenson's reduction, carbonyl compound is reduced to corresponding alkane. Next, acetone or propanone by heating with hydrazine in presence of alkali in boiling glycol, the product is propane. This reaction is known as Wolff-Kishner reduction. Next, a special reaction of aldehyde and ketone that may be due to the presence of alpha hydrogen. എന്താണ് ആൽഫ ഹൈഡ്രജൻ? കാർബണൈൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കാർബണിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതിൽ ഹൈഡ്രജൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ദ സിംപ്ലസ്റ്റ് ആൽഡിഹൈഡ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ ഈസ് അസറ്റാൽഡിഹൈഡ് ഓർ എത്തനാൽ. അതേപോലെ പ്രൊപ്പനോൺ ഈസ് എ കീറ്റോൺ കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ. വെൻ എ ബേസ് അബ്സ്ട്രാക്ട് ദിസ് ആൽഫ ഹൈഡ്രജൻ, the resulting carbanion form is highly resonance stabilized. ഒരു H+ പോയി കഴിഞ്ഞ് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. സോ ദിസ് ആൽഫ ഹൈഡ്രജൻ ഈസ് സീം ടു ബി അസിഡിക്. സോ ദ കാർബണൈൽ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ ഷോ അസിഡിക് ക്യാരക്ടർ. നെക്സ്റ്റ്, ആൽഡോൾ കണ്ടൻസേഷൻ. കണ്ടീഷൻ ഇതാണ്, aldehyde or ketone containing alpha hydrogen is treated with alkali like sodium hydroxide, potassium hydroxide, calcium hydroxide, etc. 2 molecules of aldehyde undergo addition reaction gives a new product that is beta hydroxyaldehyde. Equation നോക്കാം. When ethanol is treated with dilute NaOH, the product is 3-hydroxybutanol. ഈ 3-hydroxybutanol ശ്രദ്ധിച്ചാൽ we can see 2 functional group. CHO ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ മൂന്നാമത്തെ കാർബണിൽ ഓർ ബീറ്റ കാർബണിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മീൻസ് ആൽക്കഹോൾ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ആ കോമ്പൗണ്ടിനെ അൾഡോൾ എന്ന് വിളിക്കുന്നത്. ആൽഡിഹൈഡിൻ്റെ ALDയും ആൽക്കഹോളിൻ്റെ ഓൾ ചേർത്തിട്ട് അൾഡോൾ എന്ന കോമൺ നെയിമിലാണ് ആ കോമ്പൗണ്ട് അറിയപ്പെടുന്നത്. അൾഡോൾ ഈസ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഈ അൾഡോളിനെ ഹീറ്റ് ചെയ്താൽ ആൽഫ ബീറ്റ എലിമിനേഷൻ നടക്കും. അതായത് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെയാണ് ആൽഫ ഹൈഡ്രജനുള്ള കീറ്റോൺ. ശ്രദ്ധിക്കുക, അസറ്റോൺ ഓർ പ്രൊപ്പനോൺ വെൻ ട്രീറ്റഡ് വിത്ത് ഡൈലൂട്ട് NaOH, അവിടെ കിട്ടുന്നത് ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ആണ്. ശരിക്കും ഇത് കീറ്റോൾ എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിലും ഈ റിയാക്ഷനെ ജനറലായിട്ട് അൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ കണ്ടൻസേഷൻ എന്ന് പറയാൻ കാരണം ഈ കിട്ടിയ അൾഡോളിനെ ഹീറ്റ് ചെയ്താൽ ആൽഫ ബീറ്റ എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഓർ ആൽഡിഹൈഡ് ആണ്. ഈ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Identify the products when
A mixture of ethanol and propanol is heated with dilute sodium hydroxide. ഈ റിയാക്ഷനെ ക്രോസ് അൾഡോൾ കണ്ടൻസേഷൻ എന്നാണ് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കി ഇതിൻ്റെ പ്രോഡക്ട്സ് കണ്ടുപിടിക്കുക. ഇവിടെ ഒന്നിലധികം പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. ഇവിടെ അൾഡോൾ കണ്ടൻസേഷനിൽ കാണുന്നത് 2 മോളിക്യൂൾ ഓഫ് ആൽഡിഹൈഡ് ആണ് റിയാക്ട് ചെയ്യുന്ന. ഇവിടെ ശ്രദ്ധിക്കുക, ഇക്വേഷനിൽ ഒരു മോളിക്യൂളിൻ്റെ ആൽഫ ഹൈഡ്രജൻ മൈഗ്രേറ്റഡ് ടുവേഴ്സ് ദി ഓക്സിജൻ ആറ്റം ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് ഓഫ് സെക്കൻഡ് മോളിക്യൂൾ. ഇത് സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിലെ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റഡ് ടുവേഴ്സ് ഓക്സിജൻ ഗിവിംഗ് എ ന്യൂക്ലിയോഫിലിക് സെൻറ്റർ ആൻഡ് ഇലക്ട്രോഫിലിക് സെൻറ്റർ. O മൈനസ് ഈസ് ദ ഇലക്ട്രോഫിലിക് സെൻറ്റർ ആൻഡ് സി പ്ലസ് ഈസ് ദ ന്യൂക്ലിയോഫിലിക് സെൻറ്റർ. ഇവിടെ O മൈനസിൻ്റെ കൂടെ സെക്കൻഡ് മോളിക്യൂളിൻ്റെ ആൽഫ ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്യും. ദെൻ കാർബണൈൽ കാർബൺ ഓഫ് 1 മോളിക്യൂൾ ആൻഡ് ആൽഫ കാർബൺ ഓഫ് സെക്കൻഡ് മോളിക്യൂൾ ഫോം ന്യൂ കാർബൺ കാർബൺ ബോണ്ട്. അങ്ങനെയാണ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് കിട്ടുന്നത്. ഇനി ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ആൽക്കലിയുമായി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തൊരു ആൽഡിഹൈഡിന് എക്സാമ്പിൾ പറഞ്ഞേ. ദ സിംപ്ലസ്റ്റ് ആൽഡിഹൈഡ് ഫോമാൽഡിഹൈഡ്. അവിടെ CHO ഗ്രൂപ്പ് ഈസ് കണക്റ്റഡ് വിത്ത് ഹൈഡ്രജൻ ആണ്, ആൽഫ കാർബണേ ഇല്ല. അതേപോലെ ബെൻസാൾഡിഹൈഡ് CHO ഗ്രൂപ്പ് കണക്റ്റഡ് ടു ദി ബെൻസീൻ റിംഗ് ആണ്. ബെൻസാൾഡിഹൈഡിൽ നമുക്ക് ആൽഫ കാർബൺ ഉണ്ട്, പക്ഷേ നോ ആൽഫ ഹൈഡ്രജൻ. ഇവിടെ ബെൻസാൾഡിഹൈഡ് ഓർ ഫോമാൽഡിഹൈഡ് or generally when an aldehyde containing no alpha hydrogen is heated with a concentrated alkali like sodium hydroxide. ഒരു മോളിക്യൂളിന് ഓക്സിഡേഷനും ഒരു മോളിക്യൂളിന് റിഡക്ഷനും നടക്കും. ഇങ്ങനെയുള്ള റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ ഈസ് നോൺ ആസ് എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. Here aldehyde undergoes disproportionation reaction giving 1 molecule of alcohol and 1 molecule of carboxylic acid. Question നോക്കാം. ബെൻസാൾഡിഹൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്ക് ഒരു മോളിക്യൂൾ ബെൻസൈൽ ആൽക്കഹോളും ഒരു മോളിക്യൂൾ ബെൻസോയിക് ആസിഡും കിട്ടുന്നു. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് കാനിസാറോ റിയാക്ഷൻ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. Identify products in the following reaction. When formaldehyde is heated with a concentrated potassium hydroxide solution. എന്തായിരിക്കാം പ്രോഡക്റ്റ്? ഓക്കെ, 1 molecule of formaldehyde get oxidized to formic acid. ഇവിടെ പൊട്ടാസ്യം ഫോമേറ്റ്, പൊട്ടാസ്യം സാൾട്ട് ആയിട്ടാണ് കിട്ടുന്നത്. സെക്കൻഡ് molecule of formaldehyde get reduced to methanol. This reaction is known as Cannizzaro reaction. Next reaction is electrophilic substitution in aromatic aldehyde. ഇവിടെ carbonyl group is connected with a benzene ring. Benzene ring is a fully conjugated system ആണ്. So carbonyl group show -R effect. Due to -R effect, electron density of the benzene ring decreases and such functional group are meta-directing. Such functional group അതായത് ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ്, കീറ്റോണിക് ഗ്രൂപ്പ് ഒക്കെ തന്നെ മെറ്റാ-ഡയറക്റ്റിംഗ് ആയിരിക്കും. കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി ബെൻസീൻ റിങ്ങിൽ കുറയുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ്. ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. വെൻ ബെൻസാൾഡിഹൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് ഓർ ബോയിൽഡ് വിത്ത് നൈട്രേറ്റിംഗ് മിക്സ്ചർ, നൈട്രോണിയം അയോൺ ഈസ് ദ ഇലക്ട്രോഫൈൽ. ഇവിടെ മെറ്റാ പൊസിഷനിലെ ഇലക്ട്രോഫൈലായ H+ ഈസ് റീപ്ലേസ്ഡ് ബൈ NO2+. സോ ദ റിയാക്ഷൻ ഈസ് 3-നൈട്രോബെൻസാൾഡിഹൈഡ്. ഇതേപോലെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അതായത് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, ക്ലോറിനേഷൻ ഒക്കെ ബെൻസാൾഡിഹൈഡിൽ ചെയ്ത് നോക്കി അതിൻ്റെ പ്രോഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. Then come to the important uses of carbonyl compounds. Carbonyl compounds are mainly used as solvent and it is used for the preparation of fabrics, drugs
polymers, etc. Acetone, benzaldehyde, methyl ethyl ketone ഒക്കെ ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഫോർമാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വാട്ട് ഈസ് ഫോർമാലിൻ? 40% aqueous solution of formaldehyde is known as formalin. It is used as specimen preservative. Acetaldehyde is used as a starting material for the synthesis of acetic acid, acetate compounds, etc. അതേപോലെ formaldehyde is used for the manufacture of bakelite. Bakelite is a cross-linked polymer of phenol and formaldehyde resin. Most of the naturally occurring aldehyde like cinnamaldehyde is used as food additive to impart characteristic flavors to food products. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കാർബോക്സിലിക് ആസിഡ് ആണ്. In carboxylic acid, the carbonyl group C double bond O is connected with hydroxyl group OH. ഇവിടെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. Carboxylic acid is represented as C double bond O OH. അതിൻ്റെ നാലാമത്തെ കാർബണൈൽ കാർബണിൻ്റെ നാലാമത്തെ വാലൻസി ഈസ് കണക്റ്റഡ് വിത്ത് ഐദർ ഹൈഡ്രജൻ ഓർ ഹയർ ആൽക്കൈൽ ഗ്രൂപ്പ്സ്. So, the C double bond OH group is known as carboxyl group. കാരണം അവിടെ കാർബണൈൽ കാർബണും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉള്ളത് കൊണ്ടാണ് കളക്റ്റീവായി കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. So, the organic compound containing the carboxyl functional group is known as carboxylic acid. The lower members of carboxylic acids are liquids, whereas ഹയർ മെമ്പേഴ്സ് അതായത് കാർബൺ നമ്പർ 12 അതിലധികമോ ആയാൽ സോളിഡ് പ്രോഡക്റ്റ് ആണ്. സച്ച് സോളിഡ് കാർബോക്സിലിക് ആസിഡ്സ് ആർ നോൺ ആസ് ഫാറ്റി ആസിഡ്. നെക്സ്റ്റ്, നോമൻക്ലേച്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ദ സിംപ്ലസ്റ്റ് കാർബോക്സിലിക് ആസിഡ് ഈസ് HCOOH. ഇതിൻ്റെ പേര് ഫോമിക് ആസിഡ് എന്നാണ്. ഫോമിക് ആസിഡ് first isolated from red ant. Latin name formica means red ant എന്നാണ്. അതുകൊണ്ടാണ് HCOOHൻ്റെ സാധാരണ നാമമായി ഫോമിക് ആസിഡ് സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ സെക്കൻഡ് മെമ്പർ ആയ CH3COOH ഇതിനെ വിളിക്കുന്നത് അസറ്റിക് ആസിഡ് എന്നാണ്. അസറ്റം മീൻസ് വിനീഗർ എന്നാണ്. വിനീഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. അതുകൊണ്ട് CH3COOHൻ്റെ സാധാരണ നാമമായി അസറ്റിക് ആസിഡ് സ്വീകരിച്ചിരിക്കുന്നു. നെക്സ്റ്റ്, IUPAC നെയിം ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നോക്കാം. CH3 C ഡബിൾ ബോണ്ട് O OH. ഇവിടെ രണ്ട് കാർബൺ കാർബൺ ബോണ്ടാണ് കണക്റ്റഡ് ബൈ സിംഗിൾ ബോണ്ട്. സോ ദ വേർഡ് റൂട്ട് ഈസ് ഈതേൻ. IUPAC നെയിം കാർബോക്സിലിക് ആസിഡിൻ്റെ IUPAC നെയിം എഴുതുമ്പോൾ വേർഡ് റൂട്ട് എഴുതുക. അവിടെ ആൽക്കെയിൻ, ആൽക്കീൻ ഓർ ആൽക്കൈൻ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് കാർബൺ കാർബൺ ബോണ്ട് പ്രൈമറി സഫിക്സ് ചൂസ് ചെയ്യുക. ആ പ്രൈമറി സഫിക്സിൻ്റെ ഈ റീപ്ലേസ് ചെയ്ത് ഓയിക് ആസിഡ് ചേർക്കുക. സോ ദ നെയിം ഈസ് ആൽക്കനോയിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ CH3COHൻ്റെ പേര് പറയൂ, എത്തനോയിക് ആസിഡ്. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് CH3CH2COOH. ടോട്ടൽ 3 കാർബൺ. സോ ദ നെയിം ഈസ് പ്രൊപ്പനോയിക് ആസിഡ്. അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. COOH സിംഗിൾ ബോണ്ട് COOH. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു മോളിക്യൂൾ ആണ്. അതിൻ്റെ കണ്ടൻസ്ഡ് മോളിക്കുലർ ഫോർമുല H2C2O4. എന്താണ് H2C2O4? കേട്ടിട്ടില്ലേ? ഓക്സാലിക് ആസിഡ്. പേരയ്ക്കകത്തൊക്കെ കാണുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ഇതിൻ്റെ IUPAC നെയിം എങ്ങനെ എഴുതാം? ഇവിടെ രണ്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. സോ ദ വേർഡ് റൂട്ട് ഈസ് ഈത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ഈതെയിൻ ആണ്. ഓക്കെ. ഇവിടെ രണ്ട് കാർബോക്സിൽ ഗ്രൂപ്പ് അടങ്ങിയതുകൊണ്ട് നമുക്ക് പേര് പറയാം ഈതെയിൻ ഡൈ ഓയിക് ആസിഡ്. ഇവിടെ ഈ റീറ്റെയിൻ ചെയ്യണം, കാരണം സെക്കൻഡറി സഫിക്സ് തുടങ്ങുന്നത്
ഡി എന്ന ലെറ്ററിലാണ്. സെക്കൻഡറി സഫിക്സ് വൗവൽസ് എ, ഇ, ഐ, ഒ, യു സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കാം. COOH, CH2 4 times COOH. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയും ശ്രദ്ധിക്കൂ. ടോട്ടൽ 6 കാർബൺ ആണ്. അതിൻ്റെ ഫസ്റ്റ് ഒന്നാമത്തെ കാർബണും 6ാമത്തെ കാർബണിലും കാർബോക്സിലിക് ഗ്രൂപ്പാണ്. സോ ദ നെയിം ഈസ് ഹെക്സേൻ ഡൈഓയിക് ആസിഡ്. ഇവിടെ ഹെക്സേൻ 1,6 ഡയോയിക് ആസിഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് കാർബണും ലാസ്റ്റ് കാർബണും ആണ് എപ്പോഴും കാർബോക്സിലിക് ആസിഡായിട്ട് കൗണ്ട് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് നെയിം ഈസ് ഹെക്സേൻ ഡൈഓയിക് ആസിഡ്. ഇതിൻ്റെ കോമൺ നെയിം അഡിപ്പിക് ആസിഡ്. ഇത് നിങ്ങൾ ഇനിയും പോളിമേഴ്സ് എന്ന ചാപ്റ്ററിൽ പരിചയപ്പെടും. അടുത്തത് ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡിൻ്റെ നെയിമിംഗ് നോക്കാം. ഇവിടെ നോക്കാം. ബെൻസീ റിങ്ങിൽ COOH വന്നിരിക്കുന്നു. സോ ഇതിൻ്റെ പേര് ബെൻസോയിക് ആസിഡ് എന്നാണ്. സെക്കൻഡ് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ബെൻസീ റിങ്ങിൽ CH2COOH. ഇവിടെ COOH കണക്ട് ചെയ്തിരിക്കുന്നത് sp3 കാർബണിലാണ്. അത് ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് ആണ്. അതിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. അപ്പോൾ 2 കാർബൺ വന്നിരിക്കുന്ന ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡിൻ്റെ പേര് ഏതാ? എത്തനോയിക് ആസിഡ്. ഓക്കെ, എത്തനോയിക് ആസിഡിൻ്റെ സെക്കൻഡ് കാർബണിൽ ഫിനൈൽ ഗ്രൂപ്പ് C6H5 ഗ്രൂപ്പ് വന്നിരിക്കുന്നു. സോ ദ നെയിം ഈസ് ഫിനൈൽ എത്തനോയിക് ആസിഡ്. ഇനി ബെൻസീ റിങ്ങിൽ തന്നെ ഒന്നിലധികം COOH വന്നാൽ, ഇവിടെ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ബെൻസീ റിങ്ങിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബണിൽ 2 COOH. അങ്ങനെ ഒന്നിലധികം COOH വന്നാൽ അവിടെ കാർബോക്സിലിക് ആസിഡ് എന്ന സഫിക്സ് തന്നെ കൊടുക്കണം. So the name is benzene 1,2-dicarboxylic acid. അടുത്ത എക്സാമ്പിൾ നോക്കാം. സൈക്ലോഹെക്സെയിൻ. അതിൽ ഒരു COOH ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ പേര് സൈക്ലോഹെക്സെയിൻ എന്ന് തന്നെ പറയുക. COOH ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് എന്ന സഫിക്സ് യൂസ് ചെയ്യണം. സോ ദ നെയിം ഈസ് സൈക്ലോഹെക്സെയിൻ കാർബോക്സിലിക് ആസിഡ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തന്നിരിക്കുന്ന അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാം. താങ്ക് യു.